തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൂടി പോവുകയാണ്. ഗുരുതരമായി പരിക്കേറ്റവരെ അവിടെയും പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അവിടെ നിന്നും ഗോകുൽനാഥ് കൂടി ചേരുന്നുണ്ട്. ഗോകുൽ, പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന ആൾക്കാരുടെ വിവരങ്ങൾ ഇപ്പോൾ കണ്ണൻ നായർ നമ്മളോട് പങ്കുവെക്കുകയായിരുന്നു. ഈ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ എത്ര പേരുണ്ട്? അവരുടെ ആരോഗ്യനില എങ്ങനെയുണ്ട്? ഗുരുതരമാണോ? പൂജ, അതിസാരമായി പരിക്കേറ്റ രണ്ടുപേരാണ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുന്നത്. ഏതായാലും ബന്ധു കൂടെ, വണ്ടിയിലുണ്ടായിരുന്ന അയ്യപ്പ ഭക്തൻ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ബന്ധുവാണ് ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. ചേട്ടാ, എത്ര പേരുണ്ടായിരുന്നു? എത്ര പേര്? 44 പേര്. 44 പേര്. ടെമ്പോ ട്രാവലർ ആയിരുന്നു അല്ലേ? ട്രാവൽസ് പിക്കപ്പ്. എങ്ങനെയാ ഈ അപകടം ഉണ്ടായത്? இங்க என்ன ஒரு எப்படி ஆக்சிடென்ட் நடந்தது? 5 மணிக்கு நடந்துச்சு. 5 மணிக்கு நடந்தா ஒருத்தர் இறந்துட்டாரா. 3 பேர் வந்துட்டு இருக்கிறாங்க ஆம்புலன்ஸ்ல. ஆம்புலன்ஸ் வந்து இங்க அட்மிட் ஆயிட்டு இருக்குது. ഇപ്പൊ എത്ര പേരെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്? இப்ப 2 பேர். இப்ப 2 பேர் எடுத்துருந்துக்க, இன்னும் 2 பேர் வந்துட்டு இருக்கிறாங்க. அவ்வளவுதான். സേലം സ്വദേശികളാണ്. സേലത്താണത്? சேலம். சொந்த ஊர் மூணாங்காடு, செல்லக்கொட்டிக்காடு, சேலம், செல்லாமிட்டி பைபாஸ். എത്ര மணிக்கு வந்தீங்க நேத்து அங்க இருந்து கோயிலுக்கு? கோயிலேருந்து கீழே ஒரு 5 மணிக்கு வந்தோம். 5 மணி வந்து லாரிக்கார இடிச்சு பள்ளத்தில் கீழே வந்து மீது 3 பேர் நாங்கள் மேலே வந்துட்டோம். மித்தாளுங்கெல்லாம் ஜிஹெச்லேருந்து வந்துட்டு இருக்கிறாங்க, அட்மிட் ஆகிட்டு இருக்கிறாங்க. உடம்பினாலும் வந்துட்டு இருக்கிறாங்க. அவ்வளோ പൂജ, അതിദാരുണമായ സംഭവമാണ് നടന്നിട്ടുള്ളത്. ഇവർ പറയുന്നത് പോലെ തന്നെ 5 മണിക്കാണ് ഈ അപകടം നടക്കുന്നത്. അപകടം നടക്കുന്ന സമയത്ത് 44ഓളം പേരാണ്. നമുക്ക് ആദ്യം പ്രാഥമികമായ വിവരം കിട്ടിയത് 30 പേർക്ക് അടുത്തെന്നുള്ളതാണ്. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന ആൾ തന്നെ പറയുന്നു 44ഓളം പേരാണ് ഈ ടെമ്പോ ട്രാവലർ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിട്ടുള്ള 2 പേർക്കും തലയ്ക്ക് സാരമായ പരിക്കേറ്റ് ഗുരുതരാവസ്ഥയിലുള്ളവരെയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. നമ്മളിപ്പോൾ ദൃശ്യത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവരെ കൊണ്ടുവന്നിട്ടുള്ള ആംബുലൻസ് ആണ്. ഇതൊക്കെ തന്നെ രക്തത്താൽ കുളിച്ചിരിക്കുകയാണ് ഈ വാഹനമൊക്കെ. അത്രത്തോളം തന്നെ രക്തം ഇവരിൽ നിന്ന് നഷ്ടമായിട്ടുണ്ട്. എന്തായാലും ഇവരെ ഇപ്പോൾ ICUവിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ശസ്ത്രക്രിയ അടക്കം വേണ്ടി വരുമെന്നുള്ള കാര്യങ്ങളാണ് അറിയാൻ സാധിക്കുന്നത്. വാരിയലുകൾക്ക് പൊട്ടലുണ്ട്, ഒപ്പം തലയോട്ടിക്കും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ടെന്നുള്ളതാണ്. എന്തായാലും കൂടുതൽ ആളുകളെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കും തുടങ്ങിയ കാര്യങ്ങളും അറിയുന്നുണ്ട്. ബന്ധുക്കളൊക്കെ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ വാർത്ത. എന്തായാലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ എത്തിച്ചിട്ടുള്ളത് 2 പേരെയാണ്. ഇവരുടെ തലയ്ക്കടക്കം ഗുരുതരമായ അതിസാരമായ പരിക്കുകളുണ്ട്, ആഴത്തിലുള്ള മുറിവുകളുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് അറിയാൻ സാധിക്കുന്നത്. കൂടുതൽ ബന്ധുക്കൾ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. വാർത്ത അറിയുന്നതിനെ തുടർന്ന് ആളുകൾ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ബന്ധുക്കളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പലരും. ഗോകുലി, ജീവനക്കാരോട്, മെഡിക്കൽ കോളേജിലുള്ള ജീവനക്കാരോടൊക്കെ സംസാരിച്ചിരുന്നോ? ഡോക്ടറോടത്തോ മറ്റോ? അവരാണോ പറഞ്ഞത് ശസ്ത്രക്രിയയുടെയൊക്കെ ആവശ്യമുണ്ട്? ഏത് തരത്തിലാണ് ഈ പരിക്കുകൾ ഉള്ളത്? അപകടനില തരണം ചെയ്യുന്ന ഒരു നിലയിലേക്കാണോ പോകുന്നത്? എങ്ങനെയാണ് അറിയുന്നത്? പൂജ, ഇവരുടെയൊക്കെ തലയ്ക്കാണ്. നമ്മളിപ്പോൾ വന്ന സമയത്ത് തന്നെയാണ് ആളുകളെ ഇവിടേക്ക് കൊണ്ടുവന്നത്. ആ സമയത്ത് തന്നെ കണ്ടതാണ്. തലയ്ക്ക് അതിസാരമായ പരിക്കാണുള്ളത്. തലയോട്ടി പിളർന്ന അവസ്ഥയിലാണ് 2 പേരെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അത്രത്തോളം തന്നെ ഗുരുതരാവസ്ഥയിലാണ് ഇവിടെ എത്തിച്ചിട്ടുള്ളത്. ജീവനക്കാരും ഡോക്ടർമാരും പറയുന്നുണ്ടായിരുന്നു ശസ്ത്രക്രിയ ആവശ്യമായ സാഹചര്യമാണുള്ളത്. അതുപോലെ തന്നെ അമിത രക്തസ്രാവവുമുണ്ട്, ഒപ്പം വാരിയലിനടക്കം പൊട്ടലും പരിക്കുമുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഇവരെ കൊണ്ടുവന്നിട്ടുള്ള വാഹനത്തിലും ധാരാളം രക്തം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ 2 പേരെയാണ് ഇവിടെ എത്തിച്ചിട്ടുള്ളത്. അവരുടെ ബന്ധുക്കളൊക്കെ വാർത്ത അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ആൾ പ്രതികരിച്ചതുപോലെ 44ഓളം പേരാണ് ആ ഒരു ചെറിയ ടെമ്പോ ട്രാവലർ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ഇടിയുടെ ആഘാതത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. അതിൽ 2 പേരുടെ അവസ്ഥ ഗുരുതരം, ഒരാൾ മരണപ്പെട്ടു എന്നുള്ള വാർത്തകളാണ്. കൂടെ ഉണ്ടായിരുന്ന ആളാണോ? എത്ര പേർ ഇരുന്നത്? 22 പേരെന്നോ വാഹനത്തിൽ? 24 പേരുണ്ടായിരുന്നല്ലേ? എങ്ങനെയായിരുന്നു ഈ അപകടം ഉണ്ടായത്? എന്നാ ஆரிங்க ஆக்சிடென்ட் ஆனது. வண்டி வந்துட்டு இருந்துச்சு, பின்னாடி லாரி வந்து இடிச்சு தள்ளி விட்டுருச்சு. கம்பத்தில் போய் கீழே மரம் இருக்கும், எல்லாம் நாங்கள் കാലിലൊക്കെ പരിക്കുണ്ടല്ലേ? காலில் சும்மா சரைச்சல் தான், அப்படி தான் இருக்காங்க. உள்ள 2 பேர் இதாக இருக்காங்க. அப்புறம் அங்கே 2-3-4 பேர் இருக்காங்க. അവരുടെ അവസ്ഥ എന്താ? സീരിയസ് ആണോ? இல்லை சீரியஸ் அவங்க இல்லை, அவங்க நார்மலு. இவங்க இங்கே இருக்கிறவங்க தான் கொஞ்சம் அடிப்படி அதிகமாக. അവർക്ക് എവിടെയാ പരിക്ക് ഇപ്പോൾ ഉള്ളവർക്ക്? இப்போ എന്തായാലും ഇവർ ഉള്ളതെന്നുള്ളതാണ്. പലർക്കും ഇപ്പോൾ ഇവിടെ ചേർന്നിട്ടുള്ള അയ്യപ്പഭക്തർക്കും കൈക്കും കാലിനും ഒക്കെ തന്നെ പരിക്കുണ്ട്. 44 പേരില്ല എന്നുള്ള ഒരു വിവരം കൂടെ ഇപ്പോൾ പറയുന്നുണ്ട്. 44 പേരുണ്ടായിരുന്നു. ஒரே வண்டி 25 பேர். ഒരു വണ്ടി 25 പേരുണ്ടായിരുന്നു. டிரைவரோட
ഡ്രൈവറും കൂടെ ചേർത്ത് 25 പേരാണ് ഉണ്ടായിരുന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും കൂടുതലായി ഇപ്പോൾ ഭക്തർ ആ വണ്ടിയിൽ ഉണ്ടായിരുന്ന ആളുകൾ തന്നെയാണ്